ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ. ഏതൊരു വിശ്വാസികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് നമ്മളിത് കരുതുന്നത്. മലയാളത്തിൽ വെള്ളി എന്നും ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പം നമ്മൾ കർത്താവിൻ്റെ പീഡകളെ ഓർക്കുമ്പം ദുഃഖം തന്നെയാണ്. എന്നാൽ നമുക്ക് ചെയ്തിരിക്കുന്ന വലിയ വിടുതലിനെ ഓർക്കുമ്പം നല്ല ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. രണ്ട് തരത്തിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് വചനത്തിലോട്ട് കയറാം. പെസഹ ആചരിച്ച് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ശിഷ്യന്മാരും കിദ്രോൻ തോട്ടത്തിലോട്ട് പോവുകയാണ്. അവിടെ ഏകദേശം യോഹന്നാൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് ഏകദേശം 21 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളാണ് ഇതിനെടുത്ത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. അപ്പോൾ പെസഹ ആചരിച്ച് കഴിഞ്ഞപ്പം ക്രിസ്തു കഴിഞ്ഞു, ജോലി തീർന്നു, ഇനിയിപ്പോൾ നമുക്ക് പോകാമെന്നും പറഞ്ഞ് 118-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചുകൊണ്ട് ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം. എങ്ങോട്ട്? ക്രൂശിലോട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് ഇത് പാടിക്കൊണ്ടാണ് പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഇപ്പം ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ അയച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് വളരെ വേദനകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആത്മാവിൻ്റെ തീഷ്ണതയിൽ വന്ന് ജോലി തീർക്കാൻ പോകുന്നത് ദിസ് ഈസ് ദ ഡേ, ഇന്നാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീരുമാനമെടുക്കുന്നതിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട യുദ്ധം ഇരിക്കുന്നത്. അത് തീരുമാനം എടുക്കുക. എങ്ങനെ ഞാനത് ചെയ്തെടുക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ബലം വരും. പക്ഷെ തീരുമാനം എടുക്കുന്നതിനുള്ള മുമ്പിലുള്ള ആ ഒരു വലിയ വ്യഥ അല്ലെങ്കിൽ ആ ഭാരം നീറി ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദനകരമായ സിറ്റുവേഷൻ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് കിദ്രോൻ തോട്ടിൽ ചെന്നിട്ട് കർത്താവ് അവരുടെ ശിഷ്യന്മാരെ എല്ലാവരെയും കൊണ്ടുപോകുന്നില്ല, 3 പേരെ അടുക്കവരെ കൊണ്ടുവന്നിട്ട് പിന്നെയും കല്ലേറുന്ന ദൂരത്തിൽ യേശു മാറി എന്നിട്ട് കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് ശിഷ്യന്മാർ ആദ്യമൊക്കെ കാണുന്നുണ്ട്. ശിഷ്യന്മാർ കൂടെ പ്രാർത്ഥിക്കേണ്ടവരാണ്. പക്ഷെ ആദ്യം അവർ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് അവിടെ വെച്ച് പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. തൻ്റെ വിയർപ്പ് രക്തത്തുള്ളിയായി ഭൂമിയിലേക്ക് വീഴുകയാണ്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കാനായി വന്ന പാപമില്ലാത്ത കളങ്കമില്ലാത്ത കുഞ്ഞാട് എനിക്ക് വേണ്ടി അല്ലെ നമുക്ക് വേണ്ടി രക്തം ചൊരിയാൻ ക്രൂശിൽ കയറുകയാണ്. യേശുവിൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ പോലും 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ കൂടെ നിന്നില്ല. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ബലം. ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അല്ലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എന്നിട്ട് പോലും 1 മണിക്കൂർ കൂടെ നിന്ന് യഥാർത്ഥത്തിൽ ആത്മാവ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവൻ്റെ കൂടെ നിന്ന് ഇതെന്താണ് എന്ന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും കർത്താവിൻ്റെ കൂടെ ഒരു കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കുറച്ചും കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കേൾക്കുമായിരുന്നു. കാരണം നമുക്കൊരു തീഷ്ണത വന്നപ്പോൾ നമ്മളത് ചെയ്തെടുക്കും. അവരെ യേശു കൊണ്ടുപോയില്ല. മസ്റ്റ് ബി ഹാവിങ് ഹിസ് ഓൺ റീസൺസ്. ഇവിടെ കർത്താവ് കരയുമ്പോൾ ഈ ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിതാവിൻ്റെ മനുഷ്യരോടുള്ള തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹം സ്വന്തം പുത്രനെ നമുക്കായിട്ട് മറുവിലയായിട്ട് തരുകയാണ്. ആ നിമിഷമാണ് കർത്താവിനെ ഒറ്റുകൊടുത്തത് തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ തന്നെയാണ്. അപ്പം യൂദ ഒറ്റിക്കൊടുക്കുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുമ്പം യേശു ക്രിസ്തു പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നിന്ന് എടുത്ത് കളയണം. കാരണം ഇത് നാളെ എന്തുമാത്രം ഉപദ്രവിക്കുമെന്ന് നമ്മൾ പറയുന്നത്. മോശ ഏലിയായും വന്ന് സഹായിക്കുന്നു, എന്താ ചെയ്യാൻ പോകേണ്ടതെന്നൊക്കെ മറുരൂപം മലയിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നു, പറയുന്നു, ബലപ്പെടുത്തുന്നു, ദൂതന്മാർ ബലപ്പെടുത്തുന്നു. ഇതൊക്കെ ആണെങ്കിലും യു ഹാവ് ടു ഗോ ത്രൂ ദ സെയിം തിങ്. നമ്മൾ തന്നെ അത് ഏറ്റെടുക്കുമ്പോൾ പാടാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യത്വം കൂടി ഇപ്പുറത്തുണ്ട്. ഇതെങ്ങനെ ഇത് വഹിക്കുമെന്നുള്ള ചിന്ത വരുമ്പോഴാണ് യേശു വളരെ ദുഃഖത്തോട് പറയുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ എടുത്തു കളയണം. 3 പ്രാവശ്യം പിതാവിനോട് ചോദിക്കുന്നു. 3 പ്രാവശ്യവും പിതാവ് ഉത്തരം കൊടുത്തില്ല. മേ ബി ഇൻ ഹിസ്റ്ററി, ഇൻ ലൈഫ്, ആകെക്കൂടെ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിൽ പുത്രൻ തമ്പുരാൻ ചോദിച്ചിട്ട് പിതാവ് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഇതായിരിക്കണം. വളരെ ദുഃഖകരമായിട്ട് 3 പ്രാവശ്യം ചോദിച്ചിട്ട് പിതാവ് ഒന്നും പറഞ്ഞില്ല. കാരണം എന്തുവാ? ഉത്തരം എന്നാ മോനെ അത് മാറിക്കോട്ടെ എന്ന് പറയത്തില്ല. അതുകൊണ്ട് പിതാവ് മിണ്ടാതിരുന്നു. അപ്പോൾ അവസാനം യേശു മനസ്സിലാക്കി വെച്ച് പറഞ്ഞില്ല, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം പോലെ നടക്കും. അവിടെയാണ് ഈ ക്രൂശ് മരണം. അവിടെ ക്രൂശ് മരണം ഏറ്റെടുത്തു. തൻ്റെ വേർപ്പ് രക്തമായിട്ട് ഭൂമിയിൽ വീഴുമ്പം ഭൂമിയുടെ ശാപം അഴിച്ചു മാറ്റുകയാണ്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. കർത്താവ് എൻ്റെ ഒരു തുള്ളി രക്തം കൊണ്ട്
ഭൂമിയിലെ പാപം മുഴുവനും കഴുകാൻ കഴിയും. അത്രമാത്രം കഴിവുള്ള ഈ വിശുദ്ധ രക്തമാണ് നമുക്ക് വേണ്ടി തരുന്നത്. നമ്മൾ ക്രിസ്തു ആരെന്ന് അനുഭവിച്ചറിയാതെ നമുക്ക് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്തോ ക്രിസ്തു ചെയ്തതിൻ്റെ എത്രയോ അംശം മാത്രമാണെന്ന് യോഹന്നാൻ എഴുതിയ ബുക്കുകൾ തീരത്തില്ല. നമ്മളെല്ലാം അവനിലാണ് ജീവിക്കുന്നത്. ഈ അവനിൽ തന്നെയാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതെങ്കിൽ ദിനം പ്രതി അവനോട് അടുത്ത് വരുന്തോറും യേശു എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 19 1 തൊട്ട് 22 കുറച്ച് ഭാഗം. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ട്, അതിനു മുമ്പ് മൂപ്പന്മാർ, അതായത് മഹാപുരോഹിതനായ കയ്യപ്പാവ് വിളിച്ചുകൊണ്ട് പോയിട്ട് നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുന്നു. ആണെന്ന് പറയുമ്പോഴത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു, പിന്നെ അടിച്ചേച്ച് ആരാ അടിച്ചതെന്ന് തോന്നിക്കുന്നു, ഉപദ്രവിക്കുന്നു, നല്ലവണ്ണം ഉപദ്രവിക്കുന്നുണ്ട്. അന്നേരം യേശു മിണ്ടാതിരിക്കുകയാണ്. യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് നമ്മൾ യോഹന്നാൻ സങ്കീർത്തനം 82:6 പറയുന്നു, നിങ്ങൾ ദേവന്മാരല്ലയോ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലയോ എന്ന് ദാവീദ് ആത്മാവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇവർക്കും അറിയാവുന്ന ആ ഒരു പുത്രനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇവർക്ക് നമ്മുടെ മുമ്പിൽ യേശു നിന്നാൽ നമുക്ക് കാണാൻ വയ്യാത്ത പോലെ അന്ധത നിൽക്കുന്ന ഒരു കാലം അന്നും ഇന്നും. യേശു യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, യേശു നമ്മുടെ മുമ്പിൽ സാധാരണ മനുഷ്യനായിട്ടാണല്ലോ യേശു നടന്നത്. 12 ശിഷ്യന്മാരിൽ യേശുവിനെ കണ്ട 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ട് തോന്നിക്കുന്നതുകൊണ്ടല്ലേ യൂദായോട് പറഞ്ഞു കാണിച്ചു തരണം നീ, അല്ലെ യേശു ഇപ്പോൾ സായിബാബയുടെ കൂട്ട് വസ്ത്രം ഉടുപ്പിട്ട് ഇരിക്കായിരുന്നു, കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ യേശുവിനെ കണ്ട മറ്റ് ശിഷ്യന്മാരുടെ കൂട്ട് തന്നെ തോന്നിക്കും. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എത്രയോ ഭാരങ്ങളിൽ അവൻ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. 19 ഇങ്ങനെയാണ് പറയുന്നത്, പീലാത്തോസിൻ്റെ പുരോഹിതന്മാരെല്ലാം കണ്ട് അടിയെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കൊല്ലാൻ അധികാരം ഇല്ലാത്തതിനാൽ അന്നത്തെ നാടുവാഴിയായിരുന്ന പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. പർപ്പിൾ ഡ്രസ്സ്, രാജകീയ പദവിയുടെ വസ്ത്രമൊക്കെ കളിപ്പീരാണെങ്കിലും ദൈവം അത് ചെയ്യിപ്പിക്കുന്നു. അവൻ്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവോ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്ത് വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ അയച്ചു. ഇതാ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിൻ്റെ നാടുവാഴി ക്രൂശിക്കാനായിട്ട് പീലാത്തോസിന് ഇഷ്ടമായിട്ടല്ല, പല പ്രാവശ്യം യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക എന്ന്. നമ്മളെ ദൈവം സഹായിച്ച ദൈവത്തെ തന്നെ, നമ്മൾക്ക് ജീവൻ തന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ തന്നെ നമ്മൾ ക്രൂശിക്കാൻ ഒട്ടും മടിക്കത്തില്ല. ആത്മാവില്ല എങ്കിൽ നമ്മൾ ഈ ദൈവത്തെ കാണത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നില്ല എങ്കിൽ ഈ ദൈവം ചെയ്തതെന്തും നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യേശു ഒരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ഇനി വരുമ്പോൾ വിശ്വാസം കാണുമോ എന്നൊരു ചോദ്യം. വളരെ ദുഃഖത്തോടെ എത്ര പേര്, ഒരു ശേഷിപ്പ്, രക്ഷിതഗണം, ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ യേശുവിനെ കാണത്തുള്ളൂ. ഈ ഒരു കാലയളവിൽ യേശുവിനെ ഒരു ക്രൂശിക്കുന്നതിൻ്റെ പരമമായ ഡീറ്റെയിൽസ് ഒന്നും ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദ ചോസൺ, ഈ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പം വളരെ ഡീറ്റെയിൽഡായിട്ട് യേശുവിനെ എങ്ങനെയാണ് ഒരു ഉപദ്രവിച്ചത്. 39 അടി ദേഹത്ത് കൊള്ളുമ്പം തൻ്റെ പുറത്തെ ഓരോ അടി കൊള്ളുമ്പോഴും തൻ്റെ മാംസം പറഞ്ഞ് താഴെ വീഴുകയാണ്, ചോര വീഴുകയാണ്. ആ ചോര താഴെ വീഴുകയാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കൊണ്ട് ക്രൂശിക്കുന്ന ഉടനെ അവൻ അന്നേരം വളരെ ദുഃഖമായിട്ട് 7 മൊഴികൾ പറയുന്നുണ്ട്. അത് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ദുഃഖമായിട്ട് നിന്ന് പുത്രൻ തമ്പുരാന് ക്രൂശുമരണം ഏറ്റെടുക്കുന്ന കാണുമ്പം പിതാവ് ഒന്നും മിണ്ടാതെ നിന്നത് എന്താ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഹി ലവ്ഡ് us so much. പുത്രനെ പോലെ അല്ലേ, പുത്രനെ കാട്ടും നമ്മളെ സ്നേഹിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് സൃഷ്ടിച്ച ജനത്തെ കൊണ്ട് തന്നെ അവനെ ക്രൂശിലേറ്റി അവൻ്റെ രക്തം, അതായത് കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ രക്തം അതവൻ്റെ നെഞ്ചത്ത് മരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും വെള്ളവും വീഴുന്നു. ആ രക്തവും വെള്ളവും ഇന്നും നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. കർത്താവ് എന്നോട് പീലാത്തോസ് പലത് ചോദിച്ചിട്ട് പീലാത്തോസ് അവസാനം പറയുന്നത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നു. എന്തൊരു ന്യായാധിപസ് വിധിയാണ് എന്ന് വെച്ചാൽ, എന്തൊരു വാട്ട് എ ജുഡീഷ്യറി സിസ്റ്റം ഈസ് ദാറ്റ് ഇല്ലേ, എന്തൊരു നിയമമാണ്. ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നു.
നമുക്കതങ്ങോട്ട് ദ ഹോൾ ലീഗൽ സിസ്റ്റം ഈസ് ടു ബി ക്വസ്റ്റ്യൻഡ് ഇല്ലേ? അങ്ങനെയല്ലേ പല കാര്യങ്ങളിലും. സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും അവനിൽ ഒരു കുറ്റമില്ല എന്നറിഞ്ഞിട്ടും അവനെ ക്രൂശിക്കാൻ എന്ന് പറയുന്നു. ബറബാസിനെ വിട്ടുകൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴും ബറബാസിന് പകരം യേശുവിനെ വിട്ടുകൊടുക്കണമെന്ന് അവർക്ക് ബറബാസിനെ വിട്ടാൽ മതി. കൊലയാളിയും കൊലപാതകയും ദുഷ്ടനുമായ ഒരു മനുഷ്യനെ വിട്ടാലും സത്യദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ വിടരുതെന്ന് പറയുന്ന ക്രൂരമായ മനസ്സ് മനുഷ്യനുണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മളിൽ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് 2 ശക്തിയാണ് നമ്മളിലുള്ള. ഒന്ന് ജഡശക്തി, ഒന്ന് ആത്മാവിൻ്റെ ശക്തി. ദിനം പ്രതി എല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ ക്രൂശുണ്ട്. ദിനം പ്രതി യേശുവിൻ്റെ ആത്മാവിൽ നമ്മുടെ ജഡത്തെ താഴ്ത്തി ആത്മാവിനെ ഉയർത്തണം. ജഡം എന്നും പൊങ്ങി വരും, അത് ദിനം പ്രതി ചെയ്യണം. അങ്ങനെ ക്രൂശുമരണം ഏറ്റെടുക്കുന്നത് പറയുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ മുഴുവൻ ഭാഗം പറയാൻ നേരമില്ല, നിങ്ങൾക്ക് വായിക്കാം. പീലാത്തോസ് ചോദിക്കുന്നതും പിന്നെ കർത്താവിനെ ക്രൂശിക്കുക എന്നവർ അവർ കൊന്നുകള ക്രൂശിക്കുക എന്ന അതൊക്കെ എന്നിട്ട് കേൾക്കുമ്പോഴത്തേക്ക് തൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ ദിവസം പിന്നെ ദാവീദ് പുത്ര ഹോശാന ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞ ആ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഈ മഹാപുരോഹിതൻ്റെയും ദൈവത്തിന് കൂട്ടു നിൽക്കേണ്ട മഹാപുരോഹിതന്മാരും അവിടെയുള്ള മൂപ്പന്മാരും തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ ഒക്കത്തില്ല ഈ ലോകത്തിൽ. ദൈവം തരുന്ന സഹായിക്കാൻ ദൈവം ഒരു കൂട്ടത്തെ ഒരുക്കി തരുന്ന അല്ലാതെ ഒരു മനുഷ്യനെ അധികം ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. ഉറച്ചു നിൽക്കുന്നത് യേശുവിലായിരിക്കണം. അവർ യേശുവിനെ കൈയേറ്റു. 17-ാം വാക്യം തൊട്ട് അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗത്ത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. കർത്താവ് തന്നെത്താനെ അവൻ്റെ ക്രൂശ് വഹിക്കുകയാണ്. നമ്മളോട് പറയും നമ്മുടെ ക്രൂശ് നമുക്ക് വേണ്ടി അവൻ നമ്മുടെ വലിയ ക്രൂശ് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് പിന്നെ പറയുന്നുണ്ട് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. അന്നുള്ള ക്രൂശ് വഹിക്കാനേ നമ്മളെ ഏൽപ്പിക്കുന്നുള്ളൂ. എന്നേക്കുമായിട്ടുള്ള ക്രൂശ് എന്തായിരുന്നു? നിത്യമായ ജീവൻ നമ്മളിൽ നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അടിമയായിരുന്ന നമ്മളെ കർത്താവ് ക്രൂശ് ഏറ്റെടുത്തോടുകൂടി നമ്മുടെ പാപത്തെയും മരണത്തെയും നീക്കം ചെയ്തു എന്നേക്കുമായിട്ട്. അത് പീലാത്തോസ് ഒരു മേലെഴുത്ത് അതിനെ ക്രൂശിച്ചിട്ട് ഒരു മേലെഴുത്തെഴുതി നാസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകെ അനേക യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. ദൈവം യഹൂദന്മാരുടെ രാജാവായിട്ട് അന്ന് കടന്നു നിന്ന് നമ്മുടെ രക്ഷിതാവായിട്ട് യേശു ക്രിസ്തു നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മളെ മുഴുവനും സ്നേഹിച്ച ഒരു ദൈവം. അതുകൊണ്ടാണല്ലോ നമ്മളിന്ന് ക്രിസ്തുവിൻ്റെ മക്കളായിട്ട്, യേശു ക്രിസ്തുവിൽ പുതിയ ജീവൻ പ്രാപിച്ച മക്കളായിട്ട്. അതിനൊരു വലിയ വിലയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും വാക്യമായിട്ട് ഞാൻ വായിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ, തൻ്റെ പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, നമ്മൾ നശിച്ചു പോകാതെ, അല്ലെ നാശമാണ്. ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ ജീവിതത്തിനും പ്രയോജനമില്ല. നശിച്ചു പോകാതെ നിത്യജീവൻ പിതാവിനോട് എന്നേക്കുമായിട്ട് പറുദീസയിൽ ദൈവമായിട്ട് സന്തോഷിച്ച സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്ന ആ ജീവൻ നമുക്ക് തരാൻ വേണ്ടി ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തിനെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിപ്പാൻ. കർത്താവ് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുക. ഈ രക്ഷയാണ് വലിയ രക്ഷ. ഒരു പ്രസംഗമേ പ്രസംഗിക്കുന്നുള്ളെങ്കിൽ നമ്മൾ പ്രസംഗിക്കേണ്ടത് ദൈവം തന്ന രക്ഷയെക്കുറിച്ചാണ്. അവൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ട് അവൻ എന്നെയും നിങ്ങളെയും വാങ്ങിച്ചെടുത്തു. അത് അവനവൻ്റെ നമ്മളൊക്കെ ഞാനൊക്കെ ഉറപ്പായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ചിന്ത അടുത്ത തലമുറകളെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആഗ്രഹം അതാണ്. കാരണം നമ്മളറിയുന്ന ഈ വിശ്വസ്തനായ ദൈവത്തോടുള്ള ആ ഒരു അനുഭവം ദൈവം നമ്മളെ ദിനംപ്രതി നടത്തുന്നത്. കഷ്ടങ്ങൾ പ്രയാസം ഇല്ലെന്നല്ല, അതിൻ്റെ നടുക്കവൻ നടുന്തൂണായിട്ട് നിന്ന് അവസാനം വരെ ഏറ്റവും ഉറ്റ സ്നേഹിതനായിട്ട് നിന്ന് നമ്മളെ എത്തേണ്ടിയെടുത്ത നിത്യമായ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ അവൻ വിശ്വസ്തനാണ്. അതാണ് ക്രൂശ് മരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റ്.
ക്രൂശ് മരണത്തെക്കുറിച്ച് വായിക്കേണ്ടിയവർ ഈ യോഹന്നാൻ്റെ സുവിശേഷം എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്. ആ ഭാഗങ്ങളെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ മഹത്വം, തൻ്റെ ദയ, തൻ്റെ കരുണ കാണിക്കട്ടെ. നമുക്ക് വേണ്ടി തന്ന രക്ഷ വില കൊടുത്ത്, തൻ്റെ രക്തം കൊടുത്ത് വാങ്ങിച്ച രക്ഷ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഉറപ്പിക്കുന്ന ദിവസമാക്കി ഇന്ന് മാറ്റാം. നാഥ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ലോകത്തിൻ്റെ പാപത്തിൽ നമുക്ക് ഒരാളുടെ പാപം വഹിക്കാൻ പാടാ, ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് വഹിക്കാൻ പാടാ. പിന്നെ ലോകത്തിൻ്റെ മുഴുവനും പാപം പുത്രൻ തമ്പുരാൻ്റെ ദേഹത്തോട്ട് ക്രൂശിൽ വെച്ച് വഹിക്കുമ്പോൾ പിതാവാം ദൈവം നോക്കിയില്ല, അനങ്ങിയില്ല, മിണ്ടിയില്ല. എന്നാൽ കർത്താവ് എത്രയോ, കർത്താവ് 9-ാം മണി തൊട്ട് കർത്താവ് 6-ാം മണി തൊട്ട് 9-ാം മണി വരെയും കർത്താവ് ഭൂമിയിൽ ഇരുട്ടായിരുന്നു. ഭൂമിയിൽ ഇരുട്ട് വെളിച്ചം മാറിപ്പോകുന്ന കാര്യം. കർത്താവ് ക്രൂശിൽ കയറിയപ്പോൾ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് മാറി കീറിപ്പോയി. കർത്താവ് അങ്ങനെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾക്ക് കയറി വരാൻ തക്കവണ്ണം, തൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരാൻ തക്കവണ്ണം ക്രൂശ് മരണത്താൽ ഞങ്ങൾക്കൊരു വാതിൽ വിശാലമായിട്ട് തുറന്നു തന്നിരിക്കുന്നത് അത് കണ്ട് മനസ്സിലാക്കി അതിലേക്ക് കയറി വന്ന് നിൻ്റെ മക്കളെന്ന പദവിയിൽ ജീവിപ്പാൻ, പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ ജീവിപ്പാൻ ഈ ക്രൂശ് മരണം ഞങ്ങൾക്ക് ഇടയാക്കിയതിന് നന്ദിയോടെ സ്തോത്രം. നിത്യമായ ജീവൻ തന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നാഥൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റതിനാൽ ഇന്ന് നിത്യരക്ഷയും പിതാവിൻ്റെ അടുക്കൽ പുത്രൻ തമ്പുരാൻ ഇരിക്കുന്ന അതേ വലതുഭാഗത്ത് ഞങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിച്ചു തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ രക്തം, പുത്രൻ്റെ രക്തമല്ലാതെ വേറൊരു രക്തവും പാപത്തിന് വേണ്ടി പരിഹാരമാകുന്നില്ല. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് അന്ന് വിശുദ്ധ രക്തം എടുത്തുകൊണ്ട് അഭിഷൻ്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് സ്വർഗത്തിൽ കടന്നു ചെന്ന് അഭിഷന ഹോളി ഓഫ് ഹോളിയിൽ തൻ്റെ രക്തം പ്രസൻറ്റ് ചെയ്തപ്പോൾ ദുഷ്ടൻ്റെ സകല തന്ത്രവും നമ്മുടെ മേലുള്ളത് അഴിഞ്ഞുപോയി. അഭിച്ച ഞങ്ങൾക്കെതിരായിട്ടുള്ള ദോഷകരമായ സകല വിധികളും ഞങ്ങളുടെ നിത്യമായ മരണത്തിനെ വലിച്ചു കീറിക്കളഞ്ഞ് നിത്യജീവൻ തന്ന ദിവസമാണ് ഇന്ന് കർത്താവേ. ആ ദിവസം ഞങ്ങൾ ഓർത്തുകൊണ്ട് നീ ചെയ്ത വലിയതായിട്ടുള്ള നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി സാഷ്ടാംഗം നിൻ്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു. അതാ നീ ചെയ്തു തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് തലമുറയായിട്ട് പ്രയോജനപ്പെടുത്താൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് തൊടണമേ. അതൻ സംസാരിക്കണേ അവരുടെ. an encounter with the living God നീ നേരിട്ട് കാണാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഒരുവൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കേൾക്കുമല്ലോ കർത്താവ്. ഞങ്ങൾ മറ്റുള്ള തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി ആരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ചോദിക്കുന്നവരെയൊക്കെ നിൻ്റെ സന്നിധി കൊണ്ടുവന്ന് വെക്കുന്നു. അതേ വലതുഭാഗത്തെ കള്ളനോട് മനസ്സലിവ് തോന്നി അന്ന് പറയും, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്കല്ല ഇപ്പോൾ പ്രസക്തി, ആരെ ഞങ്ങൾ അറിയുന്നു. നിൻ്റെ മുമ്പിൽ അനുതാപത്തോടും വിനയത്തോടും പാപബോധത്തോടും കടന്നു വന്ന് നിൻ്റെ രക്ഷയെ വാങ്ങിച്ചെടുക്കാനുള്ള ദിവസമാക്കിയെന്ന് മാറ്റിയെന്ന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു വാതിൽ എന്നേക്കുമായിട്ട് തുറന്നു വെച്ചത് ഇനി അടയ്ക്കത്തില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അച്ഛൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. അവിടുന്ന് അത് ശുദ്ധീകരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.